കേരളത്തിലെ ഡോക്ടർമാരെക്കുറിച്ചാണ്. IMA നടത്തിയിരിക്കുന്ന ഒരു സർവേയിൽ പറയുന്ന കാര്യം, കേരളത്തിലെ 82% സ്വകാര്യ ആശുപത്രികളിലെ 82% ജൂനിയർ ഡോക്ടർമാർക്കും കിട്ടുന്ന ശമ്പളം 30,000 രൂപയിൽ താഴെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തുടരാൻ അവരാഗ്രഹിക്കുന്നില്ല. അതിൽ 70% ആളുകൾ കേരളത്തിന് പുറത്തേക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ സർവേയുടെ ഒരു ചുരുക്കം. അജിംസ, ഈ ഡോക്ടർമാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ ഒരു അംഗീകാരമുള്ള ഒരു പദവിയാണ്. ഡോക്ടർ എന്ന നിലക്ക് അദ്ദേഹത്തിന് നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ട് എന്നൊക്കെ ആളുകൾ കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരവസ്ഥയല്ലേ കേരളത്തിൽ? ഈ പറയുന്നത് ജൂനിയർ ഡോക്ടർമാരുടെ വേതനത്തെക്കുറിച്ചാണ്. അതിപ്പോൾ IMA ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, സർവേ നടത്തിയ റിപ്പോർട്ടാണ്. അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണുള്ളത്. 10,000-15,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ടെന്ന് പറയുന്നത്. എനിക്കറിയില്ല അങ്ങനെ ഡോക്ടർമാരുണ്ടാവുമെന്ന്. കാരണം 15,000 രൂപയ്ക്കൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേരം കൊണ്ട് അയാൾക്ക് ഒരു ക്ലിനിക്ക് ഇട്ടാൽ മതി. അയാൾക്ക് ദിവസം 15,000 രൂപ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള ആളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ആവറേജ് ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 50,000 രൂപയും 50,000 രൂപ 60,000 രൂപയുടെയൊക്കെ അടുത്തൊക്കെ ഉണ്ട്. അത് മോശമാണെന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത് മോശം ശമ്പളം തന്നെയാണ്. കാരണം സർക്കാരിൻ്റെ ഒരു എൻട്രി കടറിൽ 75,000-നും 82,000-നും ശമ്പളം ഉള്ളത്. അപ്പോൾ അത് വർദ്ധിപ്പിക്കേണ്ടത് തന്നെയാണ്. 80,000 രൂപയെങ്കിലും ആക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. കാരണം അവരുടെ കഷ്ടപ്പാടും ഒരു MBBS കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം? 5 വർഷമോ? 5 വർഷം വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റമാണ് MBBS പഠനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞിറങ്ങുന്ന ആൾക്ക് കുറഞ്ഞ ശമ്പളം എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. കേരളത്തിലൊരു പ്രശ്നം, കേരളത്തിൽ ഈ സാധാരണ ജൂനിയർ ഡോക്ടർമാർക്ക് വാല്യൂ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടർമാർക്ക്, PG ചെയ്തവർക്ക് വാല്യൂ ഉള്ളൂ, അവർക്കാണ് ഉയർന്ന ശമ്പളം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ജൂനിയർ ഡോക്ടർമാരും ആവശ്യമാണ്, MBBS ഡോക്ടർമാരും ആവശ്യമാണ്. പ്രത്യേകിച്ചും എമർജൻസി സെക്ടറിൽ അങ്ങനെ പല മേഖലകളിലും അത് ആവശ്യമാണ്. ജനറൽ മെഡിസിൻ്റെ കാര്യത്തിലൊക്കെ ആവശ്യമാണ്. മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ നിന്ന് ഡോക്ടർമാർക്ക് വിദേശത്ത് നല്ല ഡിമാൻഡുമാണ്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ, UK, യൂറോപ്പ് പല രാജ്യങ്ങളിലും നല്ല ഡിമാൻഡുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുള്ള ആ ട്രെയിനിങ്, ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ വാല്യൂ ഉള്ളതാണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് നല്ല ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് ധാരാളമായി ഡോക്ടർമാർ വിദേശത്തേക്ക് പോകുന്നത്. പക്ഷേ കേരളത്തിൽ ഈ ജൂനിയർ ഡോക്ടർമാരുടെ ഈ സർവേ വരുന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജൂനിയർ ഡോക്ടർമാർ പ്രധാനമായും ജോലി ചെയ്യുന്നത് എവിടെയാണ്? പ്രൈവറ്റ് സെക്ടറിലാണ്. ഈ പ്രൈവറ്റ് സെക്ടർ ശരിക്കും ഈ പറയുന്ന വേണ്ടത്ര ശമ്പളം നൽകാതെ ചൂഷണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ട്. ഇപ്പോൾ നഴ്സുമാരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ നഴ്സുമാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ ഈ പറയുന്ന ജൂനിയർ ഡോക്ടർമാരും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായൊരു വേതന വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. കാരണം അത്രയധികം കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ടാണ് ഈ ഡോക്ടർമാർ വരുന്നത്. അവർ ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്വകാര്യ മേഖല, കാരണം സ്വകാര്യ മേഖല ലാഭം ഉണ്ടാക്കുന്നതാണ്. അത് അത്രയും കുറഞ്ഞ ശമ്പളം കൊടുത്ത് സ്വകാര്യ മേഖല ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിൽ സർക്കാർ ഇടപെടേണ്ടതുണ്ട്. ഇപ്പോൾ മന്ത്രി K. മുരളീധരൻ കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയമായിരിക്കും. അദ്ദേഹം കയറുമ്പോൾ തന്നെ ഷിഗല്ല വരുന്നു, നിപ്പ വരുന്നു, അത് വരുന്നു. അപ്പോൾ അദ്ദേഹം പഠിച്ചു വരുമായിരിക്കും. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ ശ്രദ്ധ വേണം. നഴ്സുമാരുടെ കാര്യത്തിലും ഇടപെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇടപെടുന്ന പോലെ ഡോക്ടർമാരുടെ കാര്യത്തിലുള്ള ഇടപെടൽ ആവശ്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രദ്ധ അതിൽ പതിയേണ്ടതല്ലേ വളരെ പെട്ടെന്ന് തന്നെ? സർക്കാരിനായിരിക്കും ഒരു പക്ഷേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക. കാരണം ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റണം. ഇതിന് മുമ്പ് നമ്മളിതിനു മുമ്പ് ഈ വിഷയോട് സംസാരിച്ചിട്ടുണ്ട്. അഫ്രീന എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം ശ്രദ്ധയായിട്ടുള്ളൊരു കക്ഷിയുണ്ട്. പുള്ളിക്കാരി ഒരു ദിവസം പറഞ്ഞു, ഞാൻ MBBS കഴിഞ്ഞതാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ മെഡിക്കൽ സർവീസിലില്ല. കാരണം അവർ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയപ്പോൾ അവരോട് വളരെ തുച്ഛമായ പൈസയാണ് ഒരു ഹോസ്പിറ്റൽ പറഞ്ഞത്. 50,000 രൂപയെങ്കിലും ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ടു. പറ്റുകയെന്ന് പറഞ്ഞു. 30,000-നോ 35,000-നോ മറ്റോ ജോലി ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പൈസയ്ക്ക് കിട്ടാൻ ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്, നിങ്ങളെങ്കിലും വേണമെന്ന് പറഞ്ഞു. സോ വേറെ ഒരു അവർ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട ശമ്പളം അവൈലബിൾ അല്ല. അപ്പോൾ അവർ കുറച്ച് പ്രിവിലേജ് ആയതുകൊണ്ട് അവർ ഈ പരിപാടി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അന്ന് അത് ഭയങ്കരമായി ഡിസ്കഷനായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അത് കേരളത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നെന്ന് വിചാരിക്കാൻ ന്യായമുണ്ട്. കാരണം ഒന്നാമത്തെ പ്രശ്നം അതിന് പല ലെയറുകളുള്ള ഇഷ്യൂ ആണ്. അതിലൊരു കാര്യമുള്ളത്, ഡോക്ടർമാർ ഇഷ്ടംപോലെ പഠിച്ചിറങ്ങുന്നുണ്ട്. ജൂനിയർ ഡോക്ടർമാർ, നിങ്ങൾ വളരെ പ്രാവീണ്യം തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നതാണ് ശമ്പളം. നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോലും എല്ലാം ആ പ്രാവീണ്യം തെളിയിക്കുന്നവരെയുള്ള ജൂനിയർ ഡോക്ടർമാരുടെ കാലയളവുണ്ട്. അത് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടാനുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലടക്കം വൻകിട കോർപ്പറേറ്റുകൾ വന്ന് കേരളത്തിലെല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളും വാങ്ങിക്കൂട്ടുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോഴിക്കോട് പോലും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പലതും വൻകിട കോർപ്പറേറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം കേരളത്തിൽ 1300-ഓളം ചെറിയ ക്ലിനിക്കുകളോ ചെറിയ ഈ ഡോക്ടർമാരുടെ ചെറിയ ആശുപത്രികളും പൂട്ടിപ്പോയിട്ടുണ്ട്. അവിടെയെല്ലാം വൻകിട കോർപ്പറേറ്റുകൾ വന്നിറങ്ങുകയാണ് ഇതിൻ്റെ എല്ലാം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ. വൻകിട കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് അവർ മുടക്കുന്ന പൈസയ്ക്ക് ഒരു 5-6 വർഷം കൊണ്ട് റിട്ടേൺ ഉണ്ടാക്കുക, ഓഹരി മൂല്യം ഉയർത്തുക എന്നതിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുക. അതിൽ അവരെപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം പരമാവധി റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ളതിലാണ്. സ്പെൻഡിങ് കുറയ്ക്കുക. സ്പെൻഡിങ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്?
അതായത് ഈ ശമ്പളത്തിലാണ്. ആ ശമ്പളത്തിൽ അവർക്ക് പിടിക്കാൻ കഴിയുന്നത് എവിടെയാണ്? ഏറ്റവും ജൂനിയർ ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാരുടെ ശമ്പളത്തിൽ മാക്സിമം പിടിക്കാൻ അവർക്ക് പറ്റും. അത് എല്ലായിടത്തും അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, അവർ അസംഘടിതരാണ്. ജൂനിയർ ഡോക്ടർമാർ ഒരു സംഘടന, ഞങ്ങൾക്ക് ഇത്ര ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന കണ്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർ അസംഘടിതരുമാണ്. ഗവൺമെൻറ് അവർക്ക് ഇത്ര ശമ്പളം കൊടുത്താലേ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടുന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് നഴ്സുമാർ ഇത്രയും കാലം വലിയ ദുരിതം അനുഭവിച്ചത്? ആ ദുരിതം അനുഭവിച്ചെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര രൂപയിൽ കുറഞ്ഞ ശമ്പളം കൊടുക്കാൻ പാടില്ല എന്ന് വിദേശത്തുള്ള പോലെ നമ്മളിവിടെ നിയമമില്ല. ആ നിയമത്തിൻ്റെ പഴുതുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആശുപത്രികൾ മുഴുവൻ നഴ്സുമാരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. അതേ ചൂഷണം എന്ന് പറയുന്ന സംഗതി ജൂനിയർ ഡോക്ടർമാരും സത്യത്തിൽ നേരിടുന്നുണ്ട്. വൻകിട കോർപ്പറേറ്റുകൾ വരുമ്പോൾ കൂടുതൽ കോർപ്പറേറ്റുകൾ വരുമെന്ന് വെച്ചാൽ കൂടുതൽ ഹോസ്പിറ്റലുകൾ സിംഗിൾ മുതലാളിയിലേക്ക് വരുന്നതാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ഇൻഡസ്ട്രിയെ ഡ്രൈവ് ചെയ്യാൻ അവർക്ക് പറ്റും. എത്ര ശമ്പളം എങ്ങനെ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും മാറി സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷൻ്റെ ആഘാതം കൂടാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്. രണ്ട്, ഈ പറയുന്ന ബോണ്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജൂനിയർ ഡോക്ടറായിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ബോണ്ടുണ്ട്, ഇത്ര വർഷത്തേക്ക് അവിടെ ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലേ അവിടെ കിട്ടുള്ളൂ. ആ ബോണ്ടിൽ നിങ്ങൾക്ക് നിർബന്ധമാകും, നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല. സോ എനിക്കൊരു ആ നിലക്കുള്ള ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിൻ്റെ പല കാരണങ്ങളിലൊന്ന് ഡോക്ടർമാർ അവൈലബിൾ ആണ്, ജൂനിയർ ഡോക്ടർമാർ ഇഷ്ടംപോലെ പഠിച്ചിറങ്ങുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കോർപ്പറേറ്റുകൾ വരുമ്പോൾ കോർപ്പറേറ്റുകൾ എപ്പോഴും തൊഴിലിന് വേണ്ടിയുള്ള ശമ്പളത്തിൻ്റെ സ്പെൻഡിങ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് അവർ കൂടുതൽ ആശുപത്രികൾ അവർ അക്വയർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും അപ്പുറത്ത് കൂടുതൽ ശമ്പളം തേടി അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെയും ഇതേ നിലയായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് എല്ലാം പൂട്ടിപ്പോകുന്ന സാഹചര്യം. അങ്ങനെ പല ഘടകങ്ങളുള്ള ഒരു പ്രശ്നമാണിത്. ആ പ്രശ്നം സത്യത്തിൽ സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം ഡോക്ടർമാരെന്ന് വെച്ചാൽ സവിശേഷമായിട്ടുള്ള സേവനം നൽകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഏറ്റവും ക്വാളിറ്റേറ്റീവായിട്ടുള്ള സർവീസ് കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു വീക്ഷണം ഉണ്ടാവുകയും അത് നടപ്പിലാക്കാനുള്ള ഇടപെടൽ നടത്തുകയും വേണ്ടതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഡോക്ടർമാരല്ലേ, അവരുടെ ജീവിതമല്ലേ നമുക്കത് അവർക്കിപ്പോൾ എന്താ പറയുക, അവരുടെ ശമ്പളമൊന്നും ബന്ധപ്പെട്ട കാര്യം നമ്മുടെ ഒരു പൊതുവിടത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നമല്ല എന്നുള്ളൊരു ഉപേക്ഷാ സമീപനത്തിൽ പാടില്ലെന്ന് ഞാൻ പറയാം.